ലേവ്യ പുസ്തകത്തിൽ ഒരു ഭാഗം അവിടെ പറയുന്നത്, അതിനോട് ചേർന്ന് നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റും. 6-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. അവിടെ ദേവാലയത്തിന്റെ അകത്ത് ആമേൻ സ്തോത്രം കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്കിനോട് ഉപമിച്ചുകൊണ്ടാണ് പ്രാർത്ഥനയെ ഉപമിപ്പിക്കുന്നത്. ആ വിളക്കിന്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ വിളക്കിന്റെ പ്രത്യേകത? വായിച്ചാട്ടെ. സ്തോത്രം. യാഗപീഠത്തിന്മേൽ, കേട്ടോണേ, യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ അതെപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. നമ്മൾ വായിച്ച ആമേൻ 1 തെസ്സലോനിക്കർ 5:17 അവിടെ എന്താ പറഞ്ഞത്? നിങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിക്കണം, അല്ലെ? മടുത്തു പോകാതെ നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം. സ്തോത്രം. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കണം. സ്തോത്രം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ജോലി ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാം, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാം. ഞാൻ സ്തോത്രം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കർത്താവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആളുകളോടൊക്കെ ഒത്തിരി നമ്മൾ സംസാരിച്ചിട്ട് ദൈവത്തോട് സംസാരിക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ ആമേൻ നമുക്ക് ദൈവത്തിന് വേണ്ടി ഒന്നും പ്രയോജനപ്പെടാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. മനുഷ്യന്റെ മുമ്പിൽ എല്ലാം ഇറക്കി വെക്കുന്നവർക്ക് ദൈവത്തിന്റെ മുമ്പിൽ ഒന്നും പറയാൻ കാണത്തില്ല. സ്തോത്രം. നമ്മൾ ലോകത്തിലെ മനുഷ്യന്റെ മുമ്പിൽ എല്ലാം ഷെയർ ചെയ്താൽ കർത്താവിന്റെ മുമ്പിൽ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ആത്മാർത്ഥത കാണത്തില്ല. എന്നാൽ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ കരയുന്നവൻ, അതൊരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞ കാര്യമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ കരയുന്നവൻ മനുഷ്യന്റെ മുമ്പിൽ കരയേണ്ടി വരികയില്ല. സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ പണിയപ്പെടുന്നവൻ ലോകത്തിന്റെ മുമ്പിൽ പണിയപ്പെടേണ്ടി വരത്തില്ല. സ്തോത്രം. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ ഓപ്പണായിട്ട് എല്ലാം ഇറക്കി വെക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം, ആശങ്കകളും ഭാരങ്ങളും ഇറക്കി വെക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലൊരു മനുഷ്യനോട് തന്റെ വിഷമതകൾ പറയേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ കർത്താവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നെങ്കിൽ, പ്രാർത്ഥനയിൽ ദൈവമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നെങ്കിൽ അവൻ ആ തീ കത്തുന്നത് പോലെ, ആ ഓൾട്ടറിൽ കത്തുന്ന തീ ഇന്ന് പകൽക്കാലം നമ്മുടെ അകത്ത് അവൻ സ്തോത്രം അത് കത്തുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കുമാറാകട്ടെ. ഹല്ലേലൂയ.